ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ഫോട്ടോ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. കുഞ്ഞിലെ സച്ചേട്ടനെ കാണാൻ എന്ത് ഭംഗിയാ എന്നും പറഞ്ഞേട്ടോ. തൊട്ടടുത്ത് നമ്മുടെ ആമിയുടെ ഫോട്ടോ കണ്ടപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ആമി കോമി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക. എന്നിട്ട് പലതും ആലോചിച്ച് തല പുകഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശ്രീകാന്ത് ഫോൺ വിളിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വർഷ ചെന്നു. അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം ചെന്ന് രേവതി ചേച്ചി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വർഷയോട്. ഇപ്പോൾ ഫുഡ് കഴിക്കാറായല്ലോ, ചേച്ചിയും സച്ചേട്ടനും ഇങ്ങോട്ട് വന്നോളും എന്ന് വർഷ പറയുമ്പം ഏട്ടത്തിയുടെ മൂഡ് ഓഫ് മാറ്റാനാ ഹാഫ് ഡേ ഞാൻ ലീവ് എടുത്തത്. എന്നിട്ട് ഇപ്പോൾ എന്താവാനാ, മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുമ്പോൾ ശ്രീകാന്തേ താൻ അടുക്കളയിലായിപ്പോയില്ലേ, അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു. ഇന്നത്തെ ഹാഫ് ഡേ ലീവ് മിക്കവാറും ഫുൾ ഡേ ലീവ് ആകുമെന്ന് പറയുകയാണ് ശ്രീകാന്ത്. അതെ, ഭക്ഷണം കഴിക്കേണ്ട, എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിക്കാം. രേവതി ചേച്ചി ഈ ജോലികളൊക്കെ ചെയ്തപ്പോഴേ ഈസി ആയിട്ടാണ് എനിക്കിതൊക്കെ തോന്നിയിരുന്നതെന്നും ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് വർഷ പറയാം. അപ്പോൾ റെസ്റ്റോറൻറ്റിലെ എൻ്റെ ബുദ്ധിമുട്ട് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് ഇടയിൽ കയറി നിന്ന് എനിക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ തരരുതേന്ന് ഞാൻ പറയാറ് എന്നിങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞപ്പം ശ്രമിക്കാമെന്ന് പറഞ്ഞു വർഷ. അപ്പോഴേക്കും എടാ ഒന്ന് വാ, എനിക്ക് വിശക്കുന്നടാ, വാന്നും പറഞ്ഞു സച്ചിയെ കയ്യെ പിടിച്ച് വലിച്ചു പറിച്ച് ഇങ്ങ് കൊണ്ടുവരുമോ ഈ ആമി. അപ്പോൾ ശ്രീകാന്തും വർഷ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. ശ്രീകാന്തേ ഫുഡ് റെഡിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഫുഡൊക്കെ എപ്പോഴേ റെഡിയാന്ന് പറഞ്ഞു. നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ രേവതി മുറിയിൽ തനിച്ചാണെന്ന് സച്ചി പറയുമ്പോൾ അതിനെന്താ സച്ചി, രേവതി എന്താ ചെറിയ കുട്ടിയാണോ, അവൾക്ക് തനിച്ചിരുന്നാൽ എന്താ പ്രശ്നം, അപ്പോൾ താൻ പോയിരുന്ന് കഴിക്കാൻ പറഞ്ഞു. എടാ നീ എൻ്റെ കൂടെ ഇരുന്നില്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കില്ല, എന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കും, ഞാൻ രേവതി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. എടാ നമ്മൾ രേവതിയോട് ചോദിച്ചതല്ലേ, അവൾക്കിപ്പോൾ വിശപ്പില്ല, പിന്നെ കഴിച്ചോളാമെന്ന് അവൾ പറഞ്ഞതല്ലേ, അതൊക്കെ അവൾ ചുമ്മാ പറയുന്നത്, ഞാൻ അവിടെ കൂട്ടിയിട്ട് വരാം, നീ പോയിട്ട് വാ. ശ്രീകാന്ത് അച്ഛനെ വിളിക്കേട്ടോ എന്നിപ്പോൾ സച്ചിതേ രേവതിയെ വിളിക്കാൻ പോവാ. അല്ല എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആമി നിൽക്കുമ്പോൾ ചേച്ചി ടെൻഷൻ ആവണ്ട, സച്ചേട്ടൻ രേവതി ചേച്ചി കൂട്ടിക്കൊണ്ട് വരും, ചേച്ചി എന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ആമിക്കൊരു ഫോൺ വന്നു. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഈ ഫോൺ എടുത്ത് ആമി ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. ആമി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് അത് വർഷേ ഈ ചേച്ചി സച്ചേട്ടൻ്റെ അടുത്ത് അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം. ഞാൻ പറഞ്ഞില്ല ശ്രീകാന്തേ, അത് അവരുടെ ഒരു നേച്ചറാണെന്ന്. അപ്പോൾ എന്തോന്ന് നേച്ചർ, ശ്രീകാന്തിന് ഇതുപോലുള്ള കളിക്കൂട്ടുകാരിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ എന്താ ഇങ്ങോട്ട് വിളിച്ച് വരുത്തണോ? അതെ, അടികൂടാൻ ഓരോ കാരണം ഉണ്ടാക്കി എടുക്കുക നീ അല്ലേ. അതെ, ആദ്യം നമുക്ക് ഭക്ഷണം എടുത്ത് നോക്കി, നിങ്ങൾ വന്നേന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഭക്ഷണം എടുക്കാനായിട്ട് പോയി. പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം തന്നെ വരുന്നു നമ്മുടെ ശ്രുതിയും കൂടെ വീട്ടിലേക്ക്. അപ്പോൾ ആമി അവിടെ നിന്ന് ഫോൺ വിളിക്കുക. ആമി ഇവരെ കണ്ടു, ഇവർ രണ്ടുപേരും അന്തം വിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇവർ രണ്ടുപേരും കയറി വരുന്നു. അപ്പോൾ നമ്മുടെ ആമി അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുക. അപ്പോൾ ആമിയുടെ ലക്ഷ്യം പുറത്ത് വരുമോ പതുക്കെ. അപ്പോൾ ഇതാരാ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക. അപ്പോൾ നഷ്ടപ്പെട്ടത് അത് പോട്ടെ എന്ന് വെക്കുന്ന ശീലം നിനക്കും ഇല്ല എനിക്കും ഇല്ല, അത് തിരിച്ചു പിടിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ആമി പറയുവാണ്. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നൊക്കെ ആമി ഇങ്ങനെ പറയുക കേട്ടോ. രണ്ട് പൊട്ടന്മാരും കൂടെ അവിടെ വന്ന് വായി നോക്കി ഇങ്ങനെ നിൽക്കും. അവർക്കിട്ടുള്ള പണിയാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ, പിന്നെ എന്തിനാ നീ എന്നെ ഈ കാര്യം ഏൽപ്പിച്ചത്, നിന്നെ സഹായിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുക നമ്മുടെ ആമി. ഇത് അവരെ നിന്ന് കേൾക്കുക കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയുടെ ചങ്കങ്ങ് ഇടിച്ചു. ശരി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം എന്നൊക്കെ നമ്മുടെ ആമി പറയുക. ഇല്ല, അതിനൊന്നും ഇപ്പോൾ തീരെ സമയമില്ല എന്നും ആമി പറഞ്ഞു. അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകണു. അപ്പോൾ രവിയേട്ട ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഭാമയെ കിട്ടിയുള്ളൂ ഫോൺ വിളിച്ചപ്പോൾ ചന്ദ്രയെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവൾ ഭജന നടക്കുന്ന അമ്പലത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, ചെറിയൊരു പനിയുണ്ട് എന്നും പറഞ്ഞിങ്ങനെ ഭാമ പറഞ്ഞു. അപ്പോൾ ശരി, എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അപ്പോഴേക്കും വർഷ ചായ ആയിട്ട് വന്നു. വർഷം ഓരോന്നായിട്ട് പഠിച്ച് വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം അത് ഇത് ചെയ്യുന്നൊക്കെ പറയാൻ കൂടെ ഒരാൾ വേണമല്ലോ, അതാണിത് എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്, ഞാനിതൊക്കെ സോഷ്യൽ മീഡിയ നോക്കി പഠിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും അതിലുണ്ടോ മോളെ, പിന്നെ എന്താ അങ്കിൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തത്, അപ്പോൾ കാലം പോയൊരു പോക്കേന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ശ്രുതിയും കയറി വന്നു. അച്ഛാ ആ പുറത്ത് നിൽക്കുന്ന പെണ്ണ ഏതാന്ന് ചോദിച്ചു. എടാ നിനക്ക് മനസ്സിലായില്ല? എടാ ഇല്ല, അത് നമ്മുടെ അച്ഛമ്മയുടെ നാട്ടുകാരിയാണ്, സച്ചേട്ടൻ്റെ കളിക്കൂട്ടുകാരി, പേരാമി. അപ്പോഴേക്കും ശ്രുതിയും കളിക്കൂട്ടുകാരിയോ, അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ സച്ചേട്ടൻ്റെ കളിക്കൂട്ടുകാരിയാകുമ്പോൾ ശ്രുതിയേട്ടനും കൂട്ട് കാണത്തില്ലേ എന്ന് വർഷ ചോദിച്ചു. അപ്പോൾ ശ്രുതി അച്ഛമ്മയുടെ നാട്ടുകാരിയായിട്ടും ശ്രുതിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അവന് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാണ് നീ എന്ന് അച്ഛൻ പറഞ്ഞു. പെട്ടെന്ന് കണ്ടപ്പോൾ അവന് മനസ്സിലായി കാണില്ല എന്നും പറഞ്ഞു. അപ്പോൾ ശ്രീകാന്തിന് ഒരു ഫോൺ വന്നു. ശ്രീകാന്ത് അങ്ങ് ഇറങ്ങിപ്പോയി. അല്ല അച്ഛാ, നമ്മൾ നാട്ടിൽ പോയപ്പോഴൊന്നും ഈ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ, ഇപ്പോൾ എവിടെ ഇപ്പോൾ? അപ്പോൾ അവൾ കാനഡയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ കാനഡയിലെന്നും പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിൽക്കുക. ശ്രുതി ചുമ്മാ ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം വന്നിട്ട് 2-3 ദിവസമായുള്ളൂ, നമ്മളേക്കൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് അച്ഛൻ പറഞ്ഞു. കുറച്ച് ദിവസം ഇവിടെ കാണും എന്തായാലും.
അല്ല ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലോ അതോ ഇവിടുത്തെ ഹോട്ടലിലോ എവിടെയാണെന്ന് ശ്രുതി ചോദിച്ചു. ഈ വീട്ടിൽ തന്നെയാണ് മോളെ അവൾ താമസിക്കുന്നത്, നമ്മുടെ സ്വന്തം കുട്ടിയല്ലേ, ഇവിടെ മുറിയില്ല എന്ന് പറഞ്ഞ് ഹോട്ടലിൽ താമസിപ്പിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ മുറി അവൾക്ക് കൊടുത്തു എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞുറപ്പിച്ചതല്ലേ, അതൊക്കെ വിട്ടുവീഴ്ച ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി, ശരി എന്നാ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആമി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും സുധിയുടെ ചങ്കിടിപ്പ് കൂടി. സുധി പെട്ടെന്ന് നമ്മുടെ നീലിമ പറഞ്ഞ കാര്യം ആലോചിച്ചു. അപ്പോൾ ആമി എന്നിട്ട് ഇങ്ങനെ സുധിയെ നോക്കുക തിരിഞ്ഞ് ഇങ്ങനെ. അപ്പോൾ സുധി ഒരു കള്ള ലക്ഷണമായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ശ്രുതി എല്ലാം ആടി ചിരിച്ചാണ്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ മോനെ ഇത് ശ്രുതിയുടെ വൈഫാണ്, ഇവിടുത്തെ മൂത്ത മരുമകളാണെന്ന് പറയുമ്പോഴും ഹായ് എന്നും പറഞ്ഞ് ആമി ചെന്നു കേട്ടോ. പിന്നെ ഇവനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, നിനക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് അറിയാണ്ട് ശ്രുതിയും കുട്ടിക്കാലത്ത് വിശേഷ ദിവസങ്ങളിലൊക്കെ അച്ഛമ്മയുടെ അടുത്ത് വരാറുണ്ടല്ലോ എന്ന് ആമി ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക. അപ്പോൾ ഓ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ശ്രുതി മോൾ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അല്ല ശ്രുതി എന്താ ഒന്നും മിണ്ടാത്തെ എന്ന് ആമി ചോദിക്കുമ്പം ശ്രുതി അത് പിന്നെ ഇപ്പോൾ കാനഡയിലാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ പോയെന്ന് ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഓക്കേം പറഞ്ഞ് നമ്മുടെ ആമി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആമിയെ തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ആമി ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ശ്രുതി വേഗം അകത്തേക്ക് കയറി ഒരു ഒറ്റ ഓട്ടം. അപ്പോൾ ആമിയും എന്തൊക്കെയോ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സച്ചി അവിടെ രേവതിക്ക് വെള്ളം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, ഭയങ്കര ഇത്. അപ്പോഴേക്ക് അതെ ഇന്ന് മെഡിസിൻ തരാൻ കുറച്ച് ലേറ്റ് ആയി കേട്ടോ എന്ന് രേവതി പറയുമ്പോൾ എന്തോന്ന് ലേറ്റ് ആയിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് സച്ചി ഓടി അങ്ങ് ചെന്നു. ആഹാ സച്ചേട്ടനാണോ പറയുന്നേ ലേറ്റ് ആകുമല്ലോ എന്ന് പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ചുമ്മാ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ചുമ്മാ പറഞ്ഞതൊന്നുമല്ല. അല്ല നിനക്ക് വിശക്കുന്നില്ലേ, ഭക്ഷണം കഴിക്കാൻ പോകാൻ വരാൻ പറഞ്ഞു. അപ്പോൾ സച്ചേട്ടൻ എന്താ ഭക്ഷണം കഴിക്കാതെ ഇങ്ങോട്ട് വന്നോന്ന് രേവതി ചോദിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ നിന്നെ വിളിക്കാൻ വന്നല്ലേ, പിന്നെ മെഡിസിനും തരണ്ടായിരുന്നു. ഓ ആമി ഫുഡ് കഴിക്കാൻ നിങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയതായിരുന്നല്ലോ അല്ലേ, എന്തേ അവക്കൊപ്പം കഴിക്കാണ്ടിരുന്നത്, പോയി കഴിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയല്ലേ എന്നും കഴിക്കാറ്. അത് അവള് നിങ്ങളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയപ്പോൾ പറയാറുന്നില്ലേ എന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ പറയാതിരുന്നേ? എൻ്റെ കൂടെ സംസാരിച്ചിരുന്ന ഒരാളെ ചുമ്മാ അങ്ങ് പിടിച്ചു വലിച്ചങ്ങ് കൊണ്ടുപോയി. ഇതെങ്ങാനും അച്ചമ്മ അറിഞ്ഞാൽ അവളുടെ ചെവിക്ക് പിടിക്കും, അവളുടെ മാത്രമല്ല നിങ്ങളുടെയും ചെവിക്ക് പിടിക്കും. എൻ്റെ അടുത്ത് തന്നെ വേണം, നീ ഇവിടുന്ന് മാറരുതെന്നും പറഞ്ഞിട്ടല്ലേ അച്ഛമ്മ ഇവിടുന്ന് പോയത്. അതിനിപ്പോൾ ഞാൻ മാറിയതൊന്നും അല്ലല്ലോ, അവൾ പിടിച്ചു വലിച്ചുകൊണ്ട് പോയതല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ ഞാൻ അവളോട് പറയുന്നത് നീ കേട്ടില്ലേ? പണഞ്ഞിരുന്നു ഞാൻ കുറെ കേട്ടു. ഇങ്ങനെയാണോ പറയണ്ടേ? ഉറക്കെ പറയണ്ടായിരുന്നോ? ഉറക്കെ എന്താ പറയാതിരുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് ആമയെ വിടാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു ഉറക്കെ പറയണമെന്ന് പറഞ്ഞു രേവതി തന്നെ ഇരുന്ന് ഇങ്ങനെ മൊണാക്റ്റൊക്കെ കാണിക്കാം. അവൾ പിടിച്ചപ്പോൾ എന്താ കൈ പൊങ്ങിയില്ല, അല്ലെങ്കിൽ 4-5 പേരെ ഒരുമിച്ച് പറപ്പിക്കുകയാണല്ലോ. ആ ശക്തിയൊന്നും ഇപ്പം കണ്ടില്ലല്ലോ, എന്തേ പെട്ടെന്ന് ശക്തി അങ്ങ് ചോർന്നു പോയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സച്ചി ഇങ്ങനെ ഇരുന്ന് ചിരിക്കും കേട്ടോ. അതെ കഴിഞ്ഞോ? എന്നെ ചുമ്മാ കൂടുതൽ നിങ്ങൾ ചിരിക്കാൻ നിൽക്കരുത് കേട്ടോ, എന്നെ കലുകയറ്റരുത് എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞെങ്കിലേ നമുക്ക് ഭക്ഷണം കഴിക്കാം, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു സച്ചി. വിശക്കുന്നെങ്കിലേ ഭക്ഷണം കഴിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാ. എൻ്റെ ദൈവമേ ഇവളെയും കൊണ്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയും കൊണ്ട് പോയി സമയത്ത് ശ്രുതി അവിടെ ആലോചനയാണ്. അങ്ങനെ നമ്മുടെ നീലിമ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വല്ലതും കഴിച്ചാലോ എന്നും ചോദിച്ചു. പിന്നെ നീലിമ അയച്ചതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞാൽ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ നിന്ന് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക ശ്രുതി. അപ്പോഴാണ് ശ്രുതി ചെല്ലുന്നത്. അപ്പം അങ്ങനെ ആവാതിരിക്കാനും സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇത് ഏത് ലോകത്താണ് ശ്രുതി എന്തീ ആലോചിക്കുന്നത് എന്ന് ശ്രുതി ചോദിച്ചു കേട്ടോ. അപ്പോഴും വിരളിങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ആലോചിക്കുക. അവൾ നീലിമയുടെ ആളാ. ആര്? ഇപ്പം ഇറങ്ങിയിട്ടില്ലേ ഒരു പച്ചപ്പരിഷ്കാരി, എന്താ അവളുടെ പേര്? ആമി. അപ്പോൾ നമ്മുടെ ശ്രുതി അവൾ സച്ചിയുടെ കളിക്കൂട്ടുകാരിയാണ്, ചെറിയ പ്രായത്തിൽ ഒരേ സ്കൂളിൽ പഠിച്ചവളാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. അവളെങ്ങനെ നീലിമയുടെ ആളാകും? അല്ല ശ്രുതി എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ എനിക്ക് സംശയമുണ്ട് ശ്രുതി. സംശയമോ? നിങ്ങൾ വന്ന് ഇവിടെ അടുത്തിരുന്നേ എന്നും പറഞ്ഞ് പിടിച്ചത് ശ്രുതിയെ അടുത്തിരിക്കുക. കാശ് തിരിച്ചു കിട്ടാനായിട്ട് അവൾ എന്ത് കളിയും കളിക്കും, ആര് വേണമെങ്കിലും ഇറക്കുമെന്ന് നീലിമ പറഞ്ഞില്ലേ? അച്ഛമ്മയുടെ നാട്ടിൽ നിന്ന് പോലും ഇറക്കുമെന്ന് അവൾ പറഞ്ഞില്ലേ? അവളുടെ ജോലി എവിടെയാണെന്ന് നീ കേട്ടോ? കാനഡയിലാണെന്ന്. അച്ഛമ്മയുടെ നാട്ടുകാരി നീലിമ പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുൻപേ അവൾ നമ്മുടെ വീട്ടിലെത്തിയില്ലേ? നീലിമ തന്നെ അവൾ അയച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെ ആവുമോ എന്ന് ശ്രുതി ചോദിക്കും. ഈ ആമിയും നീലിമയും കാനഡയിൽ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്സ് ആകാമെന്നും എന്നിട്ട് ഒരേ സമയം രണ്ടുപേരും കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. എന്നിട്ട് എന്നെ തട്ടിക്കൊണ്ടുപോയി കാശ് വാങ്ങിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പം എന്നിൽ നിന്നും കാശ് വാങ്ങാനായിട്ട് നീലിമ ആമിയെ ഇറക്കിയതാണ്. അതിനൊരു സംശയമില്ല. ആമി സച്ചിയുടെ കളിക്കൂട്ടുകാരി ആയതിനാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. അതായിരിക്കും സച്ചിയെയും അച്ഛനെയും ഒക്കെ കാണാൻ വന്നതാണെന്നും പറഞ്ഞ് അവൾ ഈ വീട്ടിനകത്ത് കയറിപ്പറ്റി. പക്ഷേ അവൾ ശരിക്കും കാണാൻ വന്നതേ
നമ്മളെയാണ് ശ്രുതി, നമ്മളെയാണെന്ന് പറഞ്ഞ് ശ്രുതിയും കൂടെ ശ്രുതി പേടിപ്പിക്കുക. നീലിമയെ പോലെ തന്നെ ഈ ആമിയും ഒരു ക്രിമിനൽ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നീലിമയ്ക്ക് 50 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ അവളിൽ നിന്നും 50 ലക്ഷം രൂപ വാങ്ങി നമ്മളെ ഷോറൂം തുടങ്ങിയ വിവരം ആമി വീട്ടിൽ പറയും. ഈശ്വര, അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യും, അത് 100% ഉറപ്പാണ്. അതിന് വേണ്ടി തന്നെയാണ് നീലിമ അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. ഊഹം വെച്ച് ഓരോന്നും ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കല്ലേ സുധി. ഊഹമല്ല, അത് തന്നെയാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു ടൈം ബോംബാണ് ആമി എന്ന് പറഞ്ഞു. ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക. ശരിക്കായിരിക്കുമോ? അവളുടെ നോട്ടം കണ്ടില്ലായിരുന്നോ? ആ നോട്ടത്തിലുണ്ടെല്ലാം. അവൾ നോക്കിയ നോട്ടം, ഈശ്വര എനിക്ക് ആലോചിച്ചിട്ട് പേടിയാകുന്ന ശ്രുതി എന്ന് പറയുമ്പം ഭയപ്പെടാതിരിക്കുക ശ്രുതി, നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അവളുടെ അടുത്ത നീക്കമെന്ന് നമ്മളൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. എടുത്ത് ചാടി ഇനി നീലിമയുടെ ആളല്ലേ എന്നൊന്നും കയറി ചോദിച്ചേക്കരുതെന്നൊക്കെയുള്ള കാര്യം ശ്രുതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം കേട്ടിട്ട് തന്നെ എനിക്കെൻ്റെ തല പെരുക്കുന്നുണ്ട്. കാശ് പിന്നീട് കൊടുത്തോളാവെന്ന് പറഞ്ഞ് തൽക്കാലം ഇവിടുന്ന് പോകാൻ ആമിയോട് പറഞ്ഞാലോ? അപ്പം മണ്ടത്തരം പറയാതെ വെയിറ്റ് ചെയ്യ്. അവളുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാവുന്ന ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുക. അവൾ പോലും അറിയാതെ അവളെ നമുക്ക് ഇവിടുന്ന് പറപ്പിക്കാവുന്ന ശ്രുതിയോട് പറയണം. ഈ സമയത്ത് അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുക. അപ്പോൾ അച്ഛൻ കാനഡയിലെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛൻ പറയട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആമി വന്നു. ഈ ഫുഡ് കണ്ടപ്പോഴത്തേക്കും അയ്യോ കുറേ കാലമായി ഞാൻ ഇതേപോലത്തെ ഒരു ഫുഡ് കഴിച്ചിട്ട്, ഇടറാ എന്നും പറഞ്ഞുകൊണ്ട് വന്നങ്ങ് ഇരുന്നു. അപ്പോൾ പിന്നെ ഇനി ഭക്ഷണം കഴിക്കേണ്ടല്ലോ, ആമിക്ക് വയറ് നിറഞ്ഞില്ലേ എന്ന് നമ്മുടെ രേവതി. അപ്പോൾ കോമഡിയൊക്കെ പറയല്ലേ കൊച്ചു കള്ളി എന്ന് ആമി നമ്മുടെ രേവതിയോട് പറയുമ്പോൾ രേവതി ഇങ്ങനെ പറഞ്ഞൊരു ചിരിച്ചു. അപ്പോൾ സച്ചി, നീ എന്ത് കേട്ടു ഇവളുടെ കോമഡി? എല്ലാം കേൾക്കുന്നത് ഞാനല്ലേ എന്നും പറഞ്ഞ് സച്ചി അന്നേരം വന്നു. രേവതി അന്നേരം സച്ചി അടി മൂടി ഇങ്ങനെ നോക്കുക. സച്ചി അന്നേരം ഒന്നും മിണ്ടിയില്ല, പേടിച്ചു. അതൊക്കെ കേൾക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, അത് നീ ഇവിടെ നിന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ കഴിക്കാമെന്ന് പറയുമ്പോൾ നീ വന്നിരുന്ന് കഴിക്കണം, ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ആമി സച്ചയെ പിടിച്ച് അഴുത്തിരുത്തി. രേവതി സാമിയെ നോക്കും, സച്ചയെ നോക്കും, ഫുഡിലേക്ക് നോക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ അരികിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി കൂടാതെ അറിയോ നിങ്ങൾക്ക് എന്ന് നമ്മുടെ ആമി പറയുമ്പോൾ ശരിയാന്ന് പറഞ്ഞു ശ്രീകാന്ത്. പാവം സച്ചി പേടിച്ച് വരച്ചിരിക്കുക. രേവതി ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടേ പേടിച്ചിട്ട് പാടില്ല. കഴിക്കുന്നു പറഞ്ഞു രേവതി സച്ചയെ കൊണ്ട് കഴിപ്പിക്കാം. അപ്പോൾ നീ എന്തിനാ സച്ചി ഇങ്ങനെ നുള്ളിയിരിക്കുന്നത്? ആ സാമ്പാറങ്ങ് എടുത്തേന്ന് പറഞ്ഞു. അങ്ങനെ സാമ്പാർ എടുപ്പിച്ചു. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കാം. എടാ ദോശയിൽ സാമ്പാർ മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അയ്യോ അത് വേണ്ട, അങ്ങനെ വേണ്ട, ആമി കഴിക്കേ, വീട്ടിലുള്ളവർക്ക് വിളമ്പി കൊടുക്കുക അതിഥികൾ എന്നാ ചോദിക്കുക രേവതി. നമ്മുടെ സച്ചിയുടെ പാത്രത്തിലേക്ക് ആമി ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ അതിഥി അല്ലല്ലോ, ഈ വീട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ കുട്ടിക്കത് മനസ്സിലാവാത്തതെന്ന് ആമി ഇങ്ങനെ രേവതിയോട് ചോദിച്ചു. അപ്പോൾ രേവതി ഇങ്ങനെ നളിച്ച ചിരിയും ചിരിച്ച് അച്ഛനെയും അനിയനെയൊക്കെ നോക്കുക. അപ്പോഴത്തേക്കും സച്ചിയുടെ പാത്രത്തിലേക്ക് സാമ്പാർ ഇങ്ങനെ എടുത്ത് ഒഴിച്ച് അങ്ങ് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അന്നേരത്തേക്ക് സച്ചിക്ക് പേടിയാ കഴിക്കാൻ. രേവതി ആണെങ്കിൽ ദോശ എടുത്തിട്ട് കുത്തിക്കൊണ്ട് കഴിക്കുക അച്ഛാ എന്നും പറഞ്ഞ് അച്ഛനോട് പറയണം. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ഇതും പിടിച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അപ്പോൾ ആമി ഇത് ശ്രദ്ധിച്ചു. എടാ നീ എന്താണ് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നത്, കഴിക്കണം അങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് തലക്കെട്ടൊരു കൊട്ട് കൊടുത്തപ്പോഴത്തേക്കും രേവതി സച്ചിയുടെ തലയിൽ തിരുമ്മി കൊടുക്കുന്നു. 2 പെണ്ണുങ്ങളുടെ നടുവിലിരുന്ന് ഇപ്പോൾ സച്ചി കുറച്ച് വെള്ളം കുടിക്കുക. ഇവൻ്റെ തലയ്ക്ക് ഏറ്റവും കൂടുതൽ കൊട്ട് കൊടുത്തിരിക്കുന്ന പപ്പമാഷായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും അല്ലേടാ. അപ്പോൾ ഓഹോ വന്നേ ഇങ്ങോട്ടോ, ഇങ്ങനെ പോയാൽ റെക്കോർഡ് ഞാൻ തകർക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് സച്ചിക്കിട്ടൊരു കുത്തും വെച്ച് കൊടുത്തു രേവതി. മോൾക്ക് എന്തായാലും നല്ല ഓർമ്മയാട്ടോ എന്ന് അച്ഛൻ പറയുമ്പം അതെ ഇന്നത്തെ കാലത്ത് ഇത്ര ഓർമ്മയുള്ള പെൺകുട്ടികളെ കിട്ടാൻ വളരെ പാടാണെന്ന് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞത് രേവതി ഇരിക്കും അച്ഛനോട്. മോള് കഴിക്കാം, എല്ലാവരും കഴിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരുന്ന് കഴിക്കുമ്പോൾ വാവ് സൂപ്പർ, എന്താ ടേസ്റ്റ്, സൂപ്പർ, ഗംഭീരം ശ്രീകാന്തെ ഗംഭീരം. അപ്പോൾ രേവതി ചേച്ചി ശ്രീകാന്തിനേക്കാളും നന്നായി കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ രേവതിക്കുട്ടി കുക്ക് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭാഗ്യമില്ലാണ്ടായി പോയല്ലോ എന്ന് ആമി. അല്ല കുട്ടി, അപ്പോൾ കുട്ടി നിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി മനസ്സിലിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സച്ചിക്ക് പേടിയായിട്ട് പാടില്ല. അപ്പോൾ മോളുടെ അസുഖം മാറിയിട്ട് മോൾ ഒരു ദിവസം ഇങ്ങോട്ട് വാ, രേവതി മോൾ പാചകം ചെയ്ത് തരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ എൻ്റെ കാല് അതിനിപ്പോഴൊന്നും ശരിയാവില്ലല്ലോ എന്ന് നമ്മുടെ രേവതി അന്നേരം പറയും കേട്ടോ. അന്നേരം ഇവർക്കൊക്കെ മനസ്സിലായി. അല്ലേ അവയോ സച്ചി എടാ തീർത്ത് കളയല്ലേ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ പാത്രത്തിൽ കൈയിട്ട് വാരുവാണ് നമ്മുടെ ആമി. അങ്ങനെ നമ്മുടെ സച്ചി അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയാതെ നടുക്ക് അങ്ങനെ ഇരിക്കുക. രേവതി അന്നേരത്തേക്കും സച്ചിയുടെ പാത്രത്തിൽ നിന്നും പറിച്ചിങ്ങനെ എടുത്തു. ഇങ്ങനെ സച്ചിയുടെ പാത്രത്തിൽ നിന്ന് നമ്മുടെ രേവതി എടുത്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ആമിയും രേവതിയും കൂടെ മത്സരമാണ് സച്ചിയുടെ കാര്യത്തിൽ. അപ്പോൾ അമ്മ പറയാറുണ്ട് സ്കൂളില്ലാത്ത ദിവസം മുഴുവനും ഇവൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നെന്ന്. അപ്പോൾ വല്ലപ്പോഴൊക്കെ എന്ന് സച്ചി രേവതിയോട് അന്നേരം പറഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കും, സംസാരമൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്നാണ് അച്ഛമ്മ പറയാറെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പണ്ടല്ലേ സച്ചി, അല്ലെന്ന് അതിപ്പോഴും അങ്ങനെയാണെന്ന് സച്ചി പറയുവാണ് അന്നേരം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചല്ലേ, ചവയ്ക്കേണ്ട പാടില്ല, അതങ്ങ്
കുറഞ്ഞ് കിട്ടുമെന്ന് പറയുമ്പോൾ എക്സാക്ട്ലി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമി ഇരിക്കും തെങ്കി എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഇരിക്കുമ്പോൾ ഇവനെ ഞാനെന്നൊന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുക. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ 6ാം ക്ലാസ്സിലായിരുന്നു. ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുന്ന ഭക്ഷണം രണ്ടുപേരും ഒന്നിച്ച് കഴിക്കും, അതായിരുന്നു പതിവ് അല്ല സച്ചി എന്നൊക്കെ ആമി പറയുമ്പോൾ അതെ അതെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയെ നോക്കുക. രേവതിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. രേവതി നേരെ സച്ചിയെ നോക്കുന്നു. സച്ചിയാണെങ്കിൽ വെളുത്ത് രേവതിയെ നോക്കുക പേടിച്ചിട്ട്. എവിടെ നിന്ന് എന്തൊക്കെ വരും എന്നൊന്നും അറിയില്ലല്ലോ. ആ സമയം അതൊക്കെ ഒരു കാലം. അപ്പോൾ ഏത് കാലമാണെന്ന് ശ്രീകാന്ത് ആമയോട് ചോദിച്ചു. ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒക്കെ നടന്നിട്ടായിരുന്നു. നാട്ടിട വഴിയിലൂടെ ചെമ്മൻ റോഡുകളിലൂടെയൊക്കെയുള്ള നടത്തവേ അതിൻ്റെയൊക്കെ ഒരു സുഖമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അല്ലടാ സച്ചി എന്ന് പറഞ്ഞ് വീണ്ടും സച്ചിക്കിട്ടൊരു കുത്ത്. സച്ചി അതൊക്കെ അന്നേരം എടുത്തു. അപ്പോൾ ശ്രീകാന്ത് വെള്ളം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു രേവതി. അപ്പോഴേക്കും തലക്കെട്ട് കൊട്ടലായി, കെട്ടിപ്പിടുത്തമായി, വെള്ളം കുടിപ്പിക്കലായി. ആമി അങ്ങ് മൊത്തത്തിൽ സച്ചി അങ്ങ് ഏറ്റെടുത്തു. ഇപ്പോൾ ഓക്കെ ആയോ? ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ആമി ചോദിക്കുമ്പം ഓക്കെ. രേവതി അന്നേരത്തേക്ക് ഇങ്ങനെ നോക്കുന്ന നോട്ടം ഇപ്പം എങ്ങനെ ഉണ്ടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആമി ഇങ്ങനെ നമ്മുടെ സച്ചിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞങ്ങ് കിടക്കുന്നു. അയ്യോ രേവതിക്ക് രക്തം തിളയ്ക്കുന്നുണ്ട്. രേവതി ഇങ്ങനെ തുറിച്ച് നോക്കുക. എന്നിട്ട് സച്ചിയുടെ കയ്യിലൊരു പിടുത്തം അങ്ങ് പിടിച്ചു. എടാ നിനക്ക് ഈ പറയുന്ന നൊസ്റ്റാൾജി ഒന്നും ഇല്ലേടാ എന്ന് ആമി ചോദിക്കുമ്പം അപ്പോൾ ശരിയാ ആമി പറഞ്ഞത്. ഇന്നും നല്ല സ്മാർട്ട് റോഡിലൂടെ വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്താൽ പോലും ആ നടത്തത്തിൻ്റെ സുഖം കിട്ടത്തില്ല എന്ന് സച്ചി പറഞ്ഞിട്ട് നോക്കുന്നത് നമ്മുടെ രേവതിയെ. അപ്പോൾ രേവതി എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കും. അപ്പോൾ ചിലർക്ക് കിട്ടും എന്ന് സച്ചി പറയണു. ആമി അന്നേരം ചിരിച്ചു. കിട്ടും എന്ന് പറഞ്ഞിട്ട് രേവതി അച്ഛൻ്റെ നേരെ നോക്കി ചിരിക്കണു. പിന്നെ ഉണ്ടല്ലോ ഇവനായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ഹീറോ. അടിയോടടിയായിരുന്നു. അടിച്ചങ്ങ് പാർപ്പിക്കും എല്ലാത്തിനെന്നൊക്കെ പറയുമ്പം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ എന്ന് രേവതി അന്നേരം പറഞ്ഞു. ഒരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞിട്ട് രേവതി അതും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, തെറ്റ് കണ്ടാലേ അവൻ അടിക്കും. സച്ചി പണ്ടേ അങ്ങനെയാണെന്ന് ആമി പറയുവാണ്. ഞാൻ പണ്ടൊക്കെ സച്ചിയുടെ കയ്യും പിടിച്ചായിരുന്നല്ലേ സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ പേടിച്ചിട്ട് ആരും എന്നെ ഉപദ്രവിക്കാൻ വരില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് രേവതി ഇങ്ങനെ പല്ലുറമി തലയാട്ടിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇപ്പോൾ സച്ചിക്കാണ് രേവതി ഭയങ്കര പേടിച്ച് വിറച്ച് സച്ചി ഇങ്ങനെ രേവതിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.